ഹലോ മക്കളെ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? കളേഴ്സ് ആണല്ലേ, 5 കളേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 കളേഴ്സും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നോക്കിയേ, കാണുന്നുണ്ടല്ലേ നമ്മുടെ ഫസ്റ്റ് കളർ ഏതാ ഇന്ന് പഠിക്കാൻ പോകുന്നത്? നാരങ്ങി. നാരങ്ങി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറഞ്ച്. ഓക്കെ, അപ്പോൾ ഓറഞ്ച് കളറിനാണ് നമ്മൾ നാരങ്ങി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നാരങ്ങി എന്ന് എഴുതുക? നമുക്ക് നോക്കാം. സിമ്പിളാണല്ലേ. എങ്ങനെയാണ്? ന എന്ന് എഴുതുന്നു, പിന്നെയോ ര ഘ, പിന്നെ ഗി എന്നുള്ളതിനുള്ള ആ ഒരു ചിഹ്നവും ഇട്ട് കൊടുത്താൽ ഇത് എന്തായിട്ട് മാറി? നാരങ്ങി. ര എന്നുള്ളതിൻ്റെ മുകളിലും നമ്മൾ ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇങ്ങനെയാണ് നാരങ്ങി എന്ന് എഴുതുക. എല്ലാവർക്കും അറിയാലോ എഴുതാന്. നാരങ്ങി. നാരങ്ങി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറഞ്ച്. ഓറഞ്ച് കളറിനാണ് നമ്മൾ ഹിന്ദിയിൽ നാരങ്ങി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത കളറിലേക്ക് പോവാം. നെക്സ്റ്റ് കളർ ഏതാണ്? ഭൂര. ഭൂര എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രൗൺ കളറാണല്ലേ. ബ്രൗൺ കളറാണ്, തവിട്ട് നിറമാണല്ലേ. അപ്പൊ നോക്കിയേ, അല്ല ചോക്ലേറ്റ് ഒക്കെ അവിടെ ഉണ്ടല്ലേ. ഇഷ്ടമാണ് എല്ലാവർക്കും ചോക്ലേറ്റ് ഒക്കെ കഴിക്കാൻ. അത് ഇഷ്ടമില്ലാത്തവരൊക്കെ അപൂർവമാണല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണ് ചോക്ലേറ്റ് ഒക്കെ. അപ്പൊ നമുക്ക് നോക്കിയാലോ, ഭൂര എന്ന് എങ്ങനെ എഴുതാ? ആദ്യം ഭ എന്ന് എഴുതാണ് കേട്ടോ മിസ്. നോക്കിക്കോളൂ, നമ്മൾ ഈ ലെറ്റർ ഒക്കെ എഴുതാൻ പഠിച്ചൂലേ. ഇനി അത് ഭൂ എന്നാക്കാനുള്ള ചിഹ്നം ഇട്ട് കൊടുക്കുന്നു. ര എന്ന് എഴുതുന്നു. ഇങ്ങനെയാണ് ഭൂര എന്ന് എഴുതാം. ഭൂര. അപ്പൊ ഭൂര എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രൗൺ. ബ്രൗൺ കളറിനാണ് നമ്മൾ ഭൂര എന്ന് ഹിന്ദിയിൽ പറയുന്നത്. നെക്സ്റ്റ് കളർ നോക്കിയേ, ഭൈങ്കനി. ഭൈങ്കനി എന്ന് പറഞ്ഞാൽ എന്താണ് കളറ്? പർപ്പിൾ ആണ്. പർപ്പിൾ കളറിലുള്ള കേക്കൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പൊ കേക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് മിസ്സിന് അറിയാം. അപ്പൊ നമുക്ക് നോക്കിയേ, ഭൈങ്കനി എന്ന് എങ്ങനെ എഴുതാ? നമ്മൾ ആദ്യം ഭ എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി ഖ, ദെൻ ന എന്നിട്ട് കൊടുക്കുക. നീ എന്നാക്കാനുള്ള ചിഹ്നം ഇടുന്നു. ഇങ്ങനെയാണ് ഭൈങ്കനി. ഭൈ എന്നാക്കണ്ടേ നമുക്ക്, അതിനുള്ള ചിഹ്നവും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഭൈങ്കനി എന്ന് എഴുതുക കേട്ടോ. ഭൈങ്കനി. ഭൈങ്കനി എന്ന് പറഞ്ഞാൽ പർപ്പിൾ. ഓക്കെ, പർപ്പിൾ കളറിലാണ് നമ്മൾ ഹിന്ദിയിൽ ഭൈങ്കനി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കാല. കാല. കാല എന്ന് പറഞ്ഞാലോ ബ്ലാക്ക് ആണ് അല്ലേ. ബ്ലാക്ക് ആണ് കാല. ഇവിടെ കാറൊക്കെ ഉണ്ട് അല്ലേ, കാണുന്നില്ലേ? ബ്ലാക്ക് കാറൊക്കെ കാണുന്നില്ലേ? ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് കാല എന്ന് എഴുതാന്നുള്ളത്. കാ, ഇനി ല എന്ന് എഴുതാം. ഓക്കെ, കാല. ഇങ്ങനെയാണ് എഴുതുക. അപ്പം എല്ലാവരും ഇവിടെ എഴുതാനൊക്കെ പഠിച്ച് നല്ല അടിപൊളിയായിരിക്കുന്ന മക്കളാണല്ലേ. നിങ്ങൾക്കൊക്കെ സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് കാല എന്ന് എഴുതുക. കാല എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലാക്ക് കളറാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു കളറും കൂടെ നോക്കാം. അതേതായിരിക്കും? ബ്ലാക്ക് ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏതാണ്? സഫേദ്. വൈറ്റ് കളറാണല്ലേ. അപ്പം എങ്ങനെയാണ് വൈറ്റ്? എങ്ങനെയാണ് സഫേദ് എഴുതാൻ? നമുക്ക് നോക്കാം കേട്ടോ. നോക്കിക്കോളൂ, മിസ് ഇവിടെ സഫേദ് എന്ന് എഴുതാൻ പോവാണ്. അപ്പം മിസ് ഇവിടെ സ എന്ന് എഴുതി. ഇനി ഫ എന്ന് എഴുതാണ് കേട്ടോ. ഫ എഴുതി, ധ എഴുതി, മുകളിൽ വര കൊടുത്തു. ആ ഫാൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? ഫേ ആക്കാനുള്ള ചിഹ്നം ഇട്ട് കൊടുക്കണം. സഫേദ്. ഇങ്ങനെയാണ് സഫേദ് എന്ന് എഴുതുക. സഫേദ് എന്ന് പറഞ്ഞാൽ ഏതാണ് കളറ്? വൈറ്റ് കളറാണ് അല്ലേ. വൈറ്റ്. സഫേദ്, വൈറ്റ്. അപ്പം നമുക്ക് ഓരോ കളറും ഒന്നുകൂടെ നോക്കാം. ഇപ്പം തന്നെ പഠിച്ചിട്ട് പോകണം കേട്ടോ. എന്താണ്? നാരങ്ങി, ഓറഞ്ച്. നാരങ്ങി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറാണ്. ദെൻ ഭൂര, ബ്രൗൺ. ബ്രൗൺ കളറാണ്. ചോക്ലേറ്റ് ഓർത്താതിയില്ലേ. നെക്സ്റ്റ് ഭൈങ്കനി, പർപ്പിൾ. ബ്ലാക്ക്, കാല. സഫേദ്, വൈറ്റ്. ഈ 5 കളേഴ്സും നമ്മൾ ഇന്ന് പഠിച്ചു. അങ്ങനെ ടോട്ടൽ എത്ര കളേഴ്സ് പഠിച്ചു? 10 കളേഴ്സ് പഠിച്ചു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് ലാസ്റ്റ് ഭാഗം. ഇനി ഇതിൽ വരുന്ന എക്സസൈസ് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെയാണ്. ചിത്രയ്ക്ക് അനുരൂപ് സഹി രംഗിലേക്ക്. ഇതിൻ്റെ എല്ലാം ഹിന്ദി നെയിംസ് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ, ഓരോ കളറും കാണാതെ കേട്ടോ. കളേഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെ എഴുതണം. ദെൻ യൂണിറ്റ് ടാസ്ക് എന്താണ്? രക്തസ്ഥാൻ ഭരോ. എന്താ? കാ എന്നിവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഫസ്റ്റ് നോക്കി, ഇവിടെ കാ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കാ എന്ന് പറഞ്ഞാൽ കാല എന്നായിരിക്കും ഇവിടെ വരിക അല്ലേ. മിസ് അതിൻ്റെ ആൻസർ പറഞ്ഞു തരാം. കാല. ബാക്കി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ലെറ്റർ നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കണം. അതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്യണം. സ, ഡേഷ്, ധ. അപ്പോൾ എന്താണ് അവിടെ വരിക? ആ ഒരു ലെറ്റർ മിസ്സിംഗ് ആണ്. ആ ലെറ്റർ ഏതാണെന്നുള്ളത് എഴുതുക. അങ്ങനെ ബാക്കിയുള്ള 2 നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇതോടുകൂടി നമ്മുടെ കളേഴ്സ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ.